അയോധ്യയിൽ നരേന്ദ്രമോദി കാവ്യ പതാക ഉയർത്തിയതിനെതിരെ പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. പാകിസ്ഥാന്റെ പ്രസ്താവന ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റവും മുസ്ലിം പൈതൃകം തകർക്കാനുള്ള ഒരു ശ്രമവുമാണ് ഇന്ത്യ നടപ്പിലാക്കുന്നത്, നരേന്ദ്രമോദി നടപ്പിലാക്കുന്നതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അത് എനിക്ക് അത്ഭുതം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു രാജ്യത്തിന് നമ്മുടെ ആഭ്യന്തര കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള റൈറ്റ് ഉണ്ടോ? അത് ഏത് രാജ്യമാണ്? അത് പാകിസ്ഥാനെ പോലുള്ള സ്വന്തം രാജ്യത്ത് നമ്മൾ പറയുന്നത് അവരുടെ ആസനത്തിൽ വെടിയുണ്ട് കിടക്കുകയാണ്. ഏത് നിമിഷം വേണോ അങ്ങനെ ഏത് നിമിഷം വേണമെങ്കിലും പാകിസ്ഥാൻ എന്നുള്ള ഇതേ ഭൂപടത്ത് നിന്ന് തന്നെ മായ്ക്കപ്പെടാനുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. അത്രയും ഇതാണ്. ബലൂച്ചികൾ ഒരു സൈഡിൽ കൂടെ ഉണ്ട് അല്ല, എല്ലാ രീതിയിലും. അങ്ങനെയുള്ള താലിബാൻ മൊത്തത്തിൽ അങ്ങനെയുള്ളൊരു രാജ്യമാണ്. അപ്പുറത്തുള്ള രാജ്യത്തെ നോക്കിയിട്ട് നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് നമ്മുടെ ന്യൂനപക്ഷത്തെ, അപ്പം ഏറ്റവും കൂടുതൽ അവിടെ പാകിസ്ഥാനിൽ ന്യൂനപക്ഷ വേട്ട നടക്കണമെന്ന് വെച്ചൊരു രാജ്യം പാകിസ്ഥാനാണ്. അത് ഞാൻ തെളിവായിട്ടല്ല, നേരെ അനുഭവം വെച്ച് തന്നെ പറയുവാണ്. ഞാൻ മാൾഡീവ്സിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അവിടെ പാകിസ്ഥാൻ ഡോക്ടറുണ്ട്, ഹിന്ദുവാണ്, പർദീപ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാർ അവിടെ വന്ന് വർക്ക് ചെയ്യുവാണ്. പുള്ളിക്കാരൻ പറയും അവരൊക്കെ അനുഭവിച്ച ഒരു പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ഭയമാണ്. കാരണം അവരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ, പ്രത്യേകം ഹിന്ദുസിന് മാത്രമായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് അവിടെ. അവരുടെ ഇത്രയും മനുഷ്യാവകാശം, കുറേ മനുഷ്യാവകാശ ആൾക്കാർ ചെന്ന് സംസാരിക്കുമ്പോൾ അവരെ ഒന്നും സംസാരിക്കാൻ അനുവദിക്കത്തില്ല ഗവൺമെൻറ്. അത്രയും രീതിയിൽ അവിടെ ജോബ് ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് വരേണ്ടി വരുന്നത്. ഈ പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കളുടെ അവസ്ഥയാണ്. എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് സർവീസിൽ ജോലി കൊടുക്കില്ല. അത്രയും മനം അടുത്തിട്ടാണ് പിന്നീട് മറ്റൊരു രാജ്യത്തേക്കൊക്കെ അവർ വന്നിട്ട് വർക്ക് ചെയ്യണത്. അപ്പം അവിടെ അങ്ങനത്തെ ന്യൂനപക്ഷങ്ങളുടെ ഓരോ അവകാശങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാത്ത, സർവീസിലും ഒന്നും കൊടുക്കാത്ത ഒരു രാജ്യത്ത് നിന്നിട്ടാണ് അപ്പുറത്തെ വലിയ നമ്മുടെ പോലത്തെ ഒരു രാജ്യമാണ്, നമ്മുടെ പോലത്തെ ജനാധിപത്യ രാജ്യം. ഇവിടെ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ആർക്കെന്ത് സംരക്ഷണം കൊടുക്കുന്നില്ലെന്നാണ്. ഇവിടെ ഭൂരിപക്ഷത്തിന് എന്തുണ്ടെന്നാണ് പറയുന്നത്, ഭൂരിപക്ഷ സമുദായത്തിന് എന്ത് കിട്ടുന്നു എന്നാണ് പറയുന്നത്. ന്യൂനപക്ഷത്തിന് കിട്ടുന്ന പോലെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ സാമുദായികമായി വർഗീയത കാരണം ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന എന്ത് കാര്യങ്ങളാണ് അവിടെ ഭൂരിപക്ഷത്തിലുള്ള സമുദായങ്ങൾക്കുള്ളത്? ഒന്നുമില്ല. ഹജ്ജിന് പോകണമെങ്കിൽ വരെ ഗ്രാൻഡുള്ളൊരു സംഭവമാണ് അവർക്ക്. അവിടെ പിൽഗ്രീം സെൻ്റർ അവർക്ക് തൊഴാൻ അല്ല, അവരുടെ പ്രാർത്ഥിക്കാൻ പോകണമെങ്കിൽ പോലെ സർക്കാരിൽ നിന്ന് ഗ്രാൻഡ്. ഈ രീതിയിൽ സർവീസിലായിക്കോട്ടെ എല്ലാം മുസ്ലിം പ്രാതിനിധ്യം എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ കൊടുത്തിട്ട് ആ രീതിയിൽ ആലോചിച്ച് നോക്കണം. നമ്മുടെ രാജ്യം എന്തായിരുന്നു? നമുക്കൊരു മഹാസംസ്കൃതി ഉണ്ടായിരുന്നു, സിവിലൈസേഷൻ ഉണ്ടായിരുന്നു അല്ലേ? അതായത് നമ്മൾ ഹിന്ദു നദീതട സംസ്കാരം തൊട്ടെല്ലാം നമുക്ക് എന്നും ഒരു സനാതന സംസ്കാരമായിരുന്നു. ഇപ്പോൾ ശ്യാംകുമാറിനെ പോലുള്ളവരും അങ്ങനെയുള്ള ജാതിവാദികൾ ഇരുന്ന് പറയുന്നില്ല ബുദ്ധിസമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യഥാർത്ഥ ചരിത്രമുള്ളവർക്കറിയാം എന്താണ് സംഭവം. ഈ ബുദ്ധിസ്റ്റുകൾ തന്നെ ഉണ്ടാവാൻ കാര്യം യഥാർത്ഥ പണ്ടത്തെ ഹിന്ദു ഫോം ഓഫ് ഇത് എന്ന് പറയുമ്പോൾ ഭയങ്കര റിജിഡായിരുന്നു, സിസ്റ്റംസ് ഭയങ്കര ഇതായതുകൊണ്ട് അന്നത്തെ ആൾക്കാർ മാറിയിട്ട് കുറേ ബുദ്ധിസത്തിലേക്ക് പോകും. അങ്ങനെ ബുദ്ധൻ വന്ന ശേഷം മാത്രമാണ് ഈ ബുദ്ധൻ്റെ അച്ഛൻ തൊട്ട് ഏത് മതത്തിലാണ് വിശ്വസിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൻസർ ഉണ്ടാവില്ല ശ്യാംകുമാറിനെ പോലുള്ളവർക്ക്. അപ്പോൾ അവരെ ബുദ്ധിസം എടുത്തിങ്ങനെ കാണിക്കും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു മഹാസംസ്കൃതിയിൽ 712 അങ്ങടെ മുഹമ്മദ് ബിൻ കാസിം വരുന്നു, അധിനിവേശം വരുന്നു അല്ല. ഇത് നമുക്ക് പറയണമല്ലോ, അയോധ്യയായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ സംസ്കാരം തന്നെയാണ് ഉയർത്തിപ്പിടിച്ചത് അല്ല. അപ്പം നമ്മൾ പറയണം ഓക്കെ, ഇവിടെ ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ അയോധ്യയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ ഒരു അനാവശ്യ. അപ്പം ഇവിടുത്തെ ഇടത് ലിബറൽ ആയിട്ടുള്ള ആൾക്കാരും മറ്റുള്ളവരൊക്കെ പറയും ഒരു മതവിഭാഗത്തിൻ്റെ നമ്മൾ അടിച്ച് തകർത്തിട്ടാണ് ഇവിടെ അയോധ്യ അമ്പലം കെട്ടിയതെന്നും ഒക്കെ പറയും. ആലോചിച്ചുകൊണ്ട് ഈ അമ്പലം കണ്ടതിന് മുമ്പ് ഈ ബാബറി മസ്ജിദ് ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെ എന്തായിരുന്നു ആലോചിച്ച് നോക്കണ്ടേ? ഈ മുഹമ്മദ് ഗസ്നി വന്നിട്ട് സോമനാഥ ക്ഷേത്രം എത്രയോ വർഷം കൊള്ളയടിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഇനി 712 എടുക്കുകയാണെങ്കിൽ നമുക്ക് മുസ്ലിം സമുദായം ഉണ്ടാവുന്നത് തന്നെ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? 1500 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ഉണ്ടായ ഒരു മതം. അത് എന്നിട്ട് 712 ആയപ്പോൾ ഇന്ത്യ പോലത്തെ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അവർ ഇൻവേഡ് ചെയ്യുവാണ്. അങ്ങനെയാണ് നമ്മുടെ സിന്ധു ആ ഒരു ഏരിയയിൽ വന്നിട്ട് മുഹമ്മദ് ബിൻ കാസിം വരുന്നു, ഹിന്ദു രാജാവായിരുന്ന ആളെ വകവെടുത്തുന്നു, ഇതാവുന്നു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഗസ്നി വരുന്നു, ഗസ്നിയുടെ ഇത് ഗസ്നിയായിട്ട് നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നോർത്ത് ഇന്ത്യയിൽ അവിടെ കാലർപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് മുഗളല്ലല്ലോ അതിന് മുമ്പ് മറ്റേ ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിക്കുന്നു 1512. നമുക്ക് ഇങ്ങനെയൊക്കെ കിടക്കുവാണ്. അപ്പം അതിന് മുമ്പുണ്ടായിരുന്ന ഒരു സംസ്കൃതി ഇവിടെ, അതിനെക്കുറിച്ച് ആരും പറയില്ല, സംസാരിക്കില്ല. ഇവിടെ അന്നേരം പറയും രാമൻ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുന്നു. ഈ ചരിത്രം പറയുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്പലം അല്ലെങ്കിൽ പള്ളി നമ്മൾ ആക്കിയിട്ടത്. അപ്പോൾ രാമനൊരു ജന്മക്ഷേത്രം ഉണ്ടായിരുന്നു. രാമൻ ഇതിഹാസങ്ങൾ തൊട്ട് രാമൻ്റെ ഇതവിടെ രാമൻ്റെ പൈതൃകം ഇതെല്ലാം അടിച്ചമർത്തിയിട്ടാണ് നമ്മുടെ സർവകലാശാലകൾ. നമുക്കുണ്ടായിരുന്ന പോലെ ഒരു സർവകലാശാല ഉണ്ടോ? ഔറംഗസേബൊക്കെ പോലുള്ള മതഭ്രാന്തന്മാർ അങ്ങനെ തന്നെ പറയണം, അവർ വന്നിട്ട് തീയിട്ടതാണ് നമ്മുടെ സർവകലാശാലകൾ. മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ വന്ന് പഠിച്ചിട്ടുള്ളൊരു പൈതൃകമാണ് നമ്മുടെ സർവകലാശാലകൾക്ക് ഉണ്ടായിരുന്നത്. നളന്ദയൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, ഇത്രയും വലിയ. അപ്പോൾ എല്ലാ രീതിയിലും പൗരാണികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലും
നമുക്ക് മറ്റേത് സംസ്കൃതിയെക്കാളും മുന്നിൽ നിന്നൊരു സംസ്കൃതി, ആ സംസ്കൃതി നമുക്ക് അന്നേ നമ്മുടെ സനാതനം എന്ന് വെച്ചാൽ സഹിഷ്ണുതയായിരുന്നു. അതുകൊണ്ടാണ് ഈ അധിനിവേശ ശക്തികളെല്ലാം നമ്മൾ എന്ത് ചെയ്തത്, സ്വീകരിച്ചത്. അവർ പണി കൊടുത്തു, അത്രേ ഉള്ളൂ. നമ്മുടെ സന്യാസിമാരായിക്കോട്ടെ അല്ലെങ്കിൽ രാജാക്കന്മാരായിക്കോട്ടെ കൊന്നിട്ട് അവരവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് പണിതതാണ്. അപ്പോൾ അവിടെ ഹിന്ദു രാജ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും വന്ന് കയറിയവരാണ്. അപ്പം നമുക്കൊരു സംസ്കൃതി ഉണ്ടായിരുന്നു. ആ സംസ്കൃതി ഇവിടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയും. നമ്മുടെ സിന്ധു നദിയുടെ സംസ്കാരം, അതിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പശുപതി തൊട്ട് എല്ലാ സ്ക്രിപ്റ്റും ഉണ്ട്. ആ സ്ക്രിപ്റ്റ് എഴുതി വായിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമ്പോൾ നമ്മുടെ സംസ്കാരം എന്തായിരുന്നു എന്ന്. അത് അധിനിവേശ മതമല്ലത്, നമ്മുടെ ഈ മണ്ണിൽ ഉടലെടുത്തൊരു മതം. അതാണ് നമ്മുടെ സനാതനം എന്ന് പറയുന്നത്. അല്ല, പാകിസ്ഥാന്റെ ഈ സ്വരം തന്നെ ഇന്ത്യയിൽ ഉള്ളവർക്കും ഉണ്ടല്ലോ, ചിലവർക്കെല്ലാം. ഞാൻ എപ്പോഴും തോന്നിയിട്ടുണ്ട് പാകിസ്ഥാൻ. അപ്പോൾ അവിടെ ഒന്ന് പറഞ്ഞു, ഇത് പാകിസ്ഥാൻ അത് എന്ന് പറയുമ്പം ഇന്ത്യക്കകത്ത് പാകിസ്ഥാനോട് കൂറുള്ളത്, അതാണ് ചോറ് ഇങ്ങും കൂറ് അങ്ങുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ ഞാൻ ശരിക്കും മുസ്ലിം സമുദായത്തെ പറയത്തില്ല, ബിക്കോസ് അവരുടെ ഒരു മൈൻഡ് ഓഫ് തിങ്കിങ് തന്നെ അങ്ങനെയാണ്. അവർക്ക് എപ്പോഴും ഒരു പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഈ നമ്മുടെ മതത്തിൽ തന്നെ നിന്ന് സനാതന വിശ്വാസികളായിട്ടുള്ള ഇടത് ലിബറൽസ്, പ്രത്യേകിച്ച് പറഞ്ഞാൽ വോക്കിസ്റ്റുകളായിട്ടുള്ള അരുന്ധതി റോയിനൊക്കെ പോലെയുള്ള മരപ്പാഴുകൾ, അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടുള്ളത്. ഈ വോക്ക് കൾച്ചർ അതിനെ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ഊട്ടി വളർത്തുവാണ് അല്ലേ അതിനെ. അപ്പോൾ അരുന്ധതി റോയെ പോലെയൊക്കെയുള്ള മരപ്പാഴുകളായിട്ടുള്ള സ്ത്രീകൾ ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അല്ല, ഞാൻ ഇവിടെ മുസ്ലിംസിനെ നമ്മളിവിടെ അവരവിടെ ഈ ഭൂമികയിലേക്ക് കൊണ്ടുവരേ വേണ്ട. കാരണം അവർ മര്യാദയ്ക്ക് ഇന്ത്യയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പറയും ഒവൈസിയൊക്കെ ഭയങ്കര, പക്ഷേ ആ ഒരു സിന്ദൂർ പ്രശ്നങ്ങളൊക്കെ ഇഷ്യൂ വന്ന സമയത്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാനതാണ് എപ്പോഴും പറയണത്, ഈ ഒരു ആൾക്കാർ നമ്മൾ ലൈംലൈറ്റ് കാണിക്കാൻ പറയും മുസ്ലിംസ് എല്ലാം നമുക്ക് എഗെയിൻസ്റ്റ് അല്ല. ഈ മുസ്ലിംസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിപ്പിക്കാൻ ചെയ്യുന്നവരാണ് ഈ വോക്ക് കൾച്ചർ. അവർക്ക് ഫണ്ടിങ് ഉണ്ട്, നല്ല രീതിയിലുള്ള ഫണ്ടിങ് ഉണ്ട്. ആ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ സമാധാനം ഉണ്ടാവാൻ പാടില്ല, ഈ രാജ്യം നന്നായിട്ട് പോകാൻ പാടില്ല, ഇവിടെ വികസനം ഉണ്ടാവാൻ പാടില്ല. ഇത് മനസ്സിലുണ്ടാക്കിയിട്ട് എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമോ എന്ന് വിചാരിച്ചിട്ടുള്ള ഈ അരുന്ധതി റോയ്, ഞാൻ എപ്പോഴും അവരെയാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ. കാരണം അവർ പറയുന്ന ഓരോ പ്രസ്താവനകളുണ്ടല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അവർ പറയണ ഒരു ഇത് വെച്ചിട്ട് ആണ് ഇത് കേട്ടിട്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നില്ല. അവർക്ക് ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ പിന്തുണ ഉണ്ടല്ലോ ഇടതുപക്ഷത്തിന്റെ, അതായത് അവർക്ക് കിട്ടുന്ന ഇടതുപക്ഷ ലിബറൽസ്. അതിപ്പോൾ തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കോൺഗ്രസ് പോലെയൊക്കെ ഉള്ളൊരു പ്രസ്ഥാനം, മഹത്തായ ഒരു ദേശീയ പ്രസ്ഥാനമായിട്ട് നിന്ന ഒരു അത് കേവലം കാര്യങ്ങളൊന്നും അറിയാണ്ട് പ്രീണനത്തിന് വേണ്ടിയിട്ട് വേറൊരു ലെവലിലേക്ക് പോയിട്ട് അത് മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന ഇപ്പോൾ കനയ്യകുമാർ അന്ന് ഇന്ത്യ തകർക്കണമെന്ന് ആവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചാണ് ആളിന്ന് കോൺഗ്രസ് പാളയത്തിലാണ്. അത്തരത്തിലുള്ളവർ ഇതിൽ വിഴുങ്ങുന്നതാണോ കോൺഗ്രസിന്? അങ്ങനെ വിഴുങ്ങിയതാണല്ലോ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ. തനിതായിട്ടുള്ള ഏത് കോൺഗ്രസ്സുകാരനെന്ന് ദേശീയത എന്ന് പറഞ്ഞ് അതവിടെയാണ് ശശി തരൂരിലൂടെ ഒറ്റപ്പെട്ട് പോകണം കണ്ടിട്ടില്ലേ? തരൂരിനെ പോലെ പുള്ളിക്കാരൻ എപ്പോഴും തോന്നിയിട്ടുള്ളത് പുള്ളിക്ക് നേഷൻ ഫസ്റ്റ് ആണ്, ദേശീയതയാണ്. അങ്ങേർക്ക് സ്വന്തം രാജ്യം, അത് ആ രാജ്യം വികസിച്ച് കാണണം. മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ നമ്മുടെ രാജ്യം തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. അല്ലെ മറ്റേത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഹി വോണ്ട് ടോക്ക് പൊളിറ്റിക്സ്. അതാണ് ഇന്ത്യ എന്നുള്ളതിനപ്പുറം പുള്ളിക്കാരൻ പൊളിറ്റിക്സ് സംസാരിക്കാറില്ല. പൊളിറ്റിക്സ് അത് എൻ്റെ രാഷ്ട്രം അങ്ങനെ പറയില്ല. ഇന്ത്യ, ഹി ടോക്സ് ഫോർ ഇന്ത്യ. അതാണ് ശരിക്കുള്ള രാഷ്ട്രീയം. പക്ഷെ അത് പലർക്കും ഇവിടെ ദഹിക്കത്തില്ല, തരൂരിൻ്റെ ആ ഒരു രാഷ്ട്രീയം അല്ലേ പുള്ളിയുടെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എത്ര പേരുണ്ട് അവിടെ? അങ്ങനെയുള്ളവർക്ക് എന്താ ഇവിടെ ഫേസ് ചെയ്യാൻ പറ്റണത്? എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമല്ലേ. വളരെ ഈസിയാണ് നമ്മളെയൊക്കെ കൊണ്ടുവന്ന് വേറെ രീതിയിലേക്ക് മാറ്റി വർഗീയവാദി എന്നുള്ള രീതിയിൽ ചാപ്പ കുത്താൻ. കാരണം ബിക്കോസ് അറിഞ്ഞോ അറിയാതെ നമ്മൾ ഒരു ഹിന്ദുവായിട്ട് ജനിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിരൽ ചൂണ്ടി ചോദ്യം ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയായിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം അത് മുതലെടുക്കുമ്പോൾ ഹിന്ദു വർഗീയവാദികളും അവിടെ മുതലെടുക്കും. ഇങ്ങനൊരു ഇതുള്ളത് കൊണ്ട് അത് ഏറ്റുപിടിക്കാനായിട്ട് ഹിന്ദു വർഗീയവാദികൾ വരുമല്ലേ. ഇപ്പം പാകിസ്ഥാൻ്റെ കാര്യം വെച്ചാൽ ഇമ്രാൻഖാൻ അവിടെ ജീവിച്ചിരിപ്പേണ്ട തത്വമെന്ന് പോലും അറിയത്തില്ല. അവിടെ ഒരു ന്യൂനപക്ഷം ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നതിനൊപ്പം തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട്, ഷിയ സുന്നി. അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ എന്തുണ്ടായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ബോംബ് ബ്ലാസ്റ്റൊക്കെ ഉണ്ടായി, കുറേ പേര് മരിച്ചുപോയി അല്ലേ. അപ്പോൾ ഇത്രയും നമ്മുടെ അപ്പം ഇത്രയും സൗഹൃദമായിട്ടുള്ള ഒരു രാജ്യത്ത് വന്ന് അധിനിവേശ ശക്തികൾ വന്നു, ഒരു അമ്പലം തകർത്തിട്ട് പള്ളി ഉണ്ടാക്കുന്നു, അത് പിന്നീട് രാമൻ്റെ ക്ഷേത്രമായിട്ട് മാറുന്നു. അപ്പോൾ അത് സമഭാവനയോട് പോകേണ്ട ഒരു കാര്യത്തിനാണ് ഇപ്പുറത്തുനിന്ന് പാകിസ്ഥാൻ കുത്തിത്തിരിക്കുന്നത്. ഈ ബാബറി മസ്ജിദ് മുമ്പ് ഇവർക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ അറിയാൻ പറ്റും കാശ്മീരിലൊക്കെ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ പാകിസ്ഥാന് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയാൻ റൈറ്റ് എവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്നാണ്. അവരുടെ രാജ്യത്തെ പ്രശ്നം നമ്മൾ പറയുന്നത് കുറേ സുഡാപ്പികൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷം ഇന്ത്യ ഒരു ഇതുണ്ടായിരുന്നല്ലോ സൂചിക, അതിൽ പാകിസ്ഥാൻ നമ്മളെക്കാളും മുന്നിൽ നിൽക്കുവാണെന്ന് പറഞ്ഞിട്ട് ഹാപ്പിനെസ്സിൻ്റെ ഇതിൽ. അപ്പോൾ ഇതാ പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് പാകിസ്ഥാനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. നായകൾ കുരയ്ക്കണ പോലെ അങ്ങനെ മാത്രം കണ്ടാൽ മതി അല്ലേ. ഇന്ത്യയെക്കുറിച്ച് പറയാൻ വേണ്ടി ഇനിയെന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ലെറ്റർ ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ഒരു തേർഡ് റേറ്റഡ് നേഷൻ. അതിനപ്പുറം വേറൊന്നുമില്ല. ഏത് നിമിഷം വേണോ
അത് നശിച്ചു പോകാം ആ രീതിയിലുള്ള നേഷൻ. പക്ഷെ നമ്മൾ ഭയക്കേണ്ടത് ഇന്ത്യയുടെ ചോറും കഴിച്ചിട്ട് ഇന്ത്യക്കകത്ത് നിന്ന് പാകിസ്ഥാന് വേണ്ടി ഒറ്റ കൊടുക്കുന്ന ആൾക്കാർ. ഞാൻ അതിലൊരിക്കലും ഒരു സമുദായത്തെ പറയത്തില്ല കേട്ടോ. ഈ സമുദായത്തിന് നമ്മൾ ശരിക്കും ഇവർക്ക് എപ്പോഴും കാണിക്കണം, ആ ഒരു സമുദായം നമ്മുടെ ശത്രുവാണെന്ന് കാണിക്കണം. ശരിക്കും അത് വോക്ക് ലെഫ്റ്റ് ലിബറൽസ് ആണ്. അത് സങ്കടകരമായിട്ടുള്ള വസ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളുണ്ടെന്നുള്ളതാണ്. ഓൾറെഡി മുസ്ലിംസിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പം അവർക്കൊക്കെ കാഫിർ ഇതൊക്കെ ഉണ്ട്, അവർ പഠിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ മാറി ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് സ്റ്റാൻഡ് ഫോർ ഇന്ത്യ എന്നുള്ള. പക്ഷേ അവർ മുന്നോട്ട് വരത്തില്ല. പലപ്പോഴും നമുക്കറിയാം മുസ്ലിംസ് ഒക്കെ വന്ന് സംസാരിച്ച് കഴിയുമ്പം അവർക്ക് നേരിടേണ്ടി വരുന്നൊരു പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം ഭയന്നായിരിക്കാം അവർ മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്ത്യ പാകിസ്ഥാൻ അല്ല നമ്മുടെ മെയിനായിട്ടുള്ള ശത്രു. ഇന്ത്യക്കകത്തുള്ള ഇന്ത്യയെ ഒറ്റാൻ കാത്തിരിക്കുന്ന ലെഫ്റ്റ് ലിബറൽ വോക്കിസ്റ്റ് ആയിട്ടുള്ള കുറേ പേരുണ്ട്. അവർക്കൊപ്പം നമ്മൾ പറയുമല്ലോ മുസ്ലിം ആ ഒരു നേഷൻ എന്നും ആ പാകിസ്ഥാനോട് കൂറുള്ള മതം മാത്രം തലയ്ക്ക് പഠിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യരുമുണ്ട്. അവരാണ് നമ്മൾ ഭയക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.